പത്തനംതിട്ട നഗരസഭയിലെ ഈ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനോ ലീഗിനോ അതാണിപ്പോൾ സംശയം. 4 തവണ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തനിക്ക് ഉപാധ്യക്ഷ പദവിക്ക് യോഗ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് അംഗമായ സജി കെ സൈമൺ പറയുന്നത്. മുസ്ലിം ലീഗും ഈ ഉപാധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ട് നോട്ടമിട്ടിട്ടുണ്ട്. 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കുറിയും മെച്ചപ്പെട്ട ഭൂരിപക്ഷമുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രതീക്ഷ എത്രത്തോളമാണ്? പ്രതീക്ഷയുണ്ട്. പാർട്ടി പറഞ്ഞു മത്സരിക്കണമെന്ന്. നമ്മൾ മത്സരരംഗത്ത് വന്നു, മിന്നുന്ന വിജയം നേടി. അപ്പം പാർട്ടി അക്കാര്യത്തിൽ അവസാന വാക്കാണ്. പാർട്ടിയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കും. ഒരുപക്ഷെ ഈ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു കാലയളവ് പങ്കിടുന്ന തരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? മറ്റാരെങ്കിലും സ്ഥാനത്തിന് ക്ലെയിം ഉന്നയിക്കപ്പെടുന്ന പക്ഷം അതിനെ സംബന്ധിച്ച് പാർട്ടിയാണ് അവസാന വാക്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചെയർമാൻ സ്ഥാനത്ത് എന്തായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാരാണ് എന്നുള്ളത് 2 ദിവസമോ 3 ദിവസത്തിനുള്ളിൽ തീരുമാനമാകും. കോൺഗ്രസ് ചെയർമാൻ എടുക്കുമ്പോൾ ഘടകകക്ഷികൾക്ക് ഒരു പ്രാതിനിധ്യം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊടുക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു മുന്നണി മര്യാദ പാലിക്കപ്പെടേണ്ടതില്ലേ? ഇതിന് സാധ്യതയുള്ളതായി മനസ്സിലാക്കുന്നു. എങ്കിലും പാർട്ടിയുടെ തീരുമാനമാണ് ആ കാര്യത്തിൽ അവസാന വാക്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളായി വരിക തീർച്ചയായും നഗരസഭയുടെ പ്രതീക്ഷയ്ക്കൊത്തു ഉയരാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം അക്കാര്യത്തിലുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ വ്യക്തിപരമായി ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 4ാം തവണയാണ് ഞാൻ വീണ്ടും ജയിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട നഗരസഭയിൽ ഇക്കുറി ഭരണം UDF തിരികെ പിടിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിൽ ആരൊക്കെ പരിഗണിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ അന്തിമ ചർച്ചകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈസ് ചെയർമാൻ സ്ഥാനത്ത് ലീഗ് കൂടി അവകാശവാദം ഉന്നയിക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. അതേസമയം അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് തിരുവല്ല, അടൂർ നഗരസഭകളിലെ UDFന്റെ സമാനമായ സ്ഥാനങ്ങളിലേക്ക് മറ്റാരൊക്കെ കൂടി പരിഗണിക്കപ്പെടുന്നു എന്നതുകൂടി ഇവിടുത്തെ അന്തിമ തീരുമാനത്തിന് പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി മാറുകയും ചെയ്യും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.